ഓക്കെ. അപ്പൊ ഈ ഒരു നാലാമത്തെ പില്ലർ. ഓക്കെ. നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാത്ത് ഓഫ് ഫ്രീഡം. നമുക്ക് ഒരു 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 എന്താ പറയുക, സ്വാതന്ത്ര്യത്തിന്റെ ഗണിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വി ക്യാൻ കോൾ ദിസ് പില്ലർ. നമുക്ക് ഈ ഒരു പില്ലറിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് നമുക്ക് അങ്ങനെയാണ്. ഒരു ടൈം കംപ്രഷൻ, ഒരു ലിവറേജ് ഒക്കെ നൽകുന്ന ഒരു പില്ലറാണ്. അപ്പൊ നമ്മള് മലയാളികൾ ലോകത്ത് എവിടെ പോയാലും, ലോകത്ത് നമ്മൾ അറിയാം, ചൊവ്വയിൽ പോയാൽ പോലും മലയാളികൾ ഉണ്ട് എന്നാണ് പറയാ. ഓക്കെ. തമാശ രൂപേണ പറയാറുണ്ട്. സ്പേസില് മാർസിൽ ചെന്നപ്പോ അവിടെ നമ്മുടെ മലയാളിയുടെ ചായക്കട ഉണ്ടായിരുന്നു എന്നൊക്കെ തമാശ രൂപേണ പറയാറുണ്ട്. എനിവേ, മലയാളികൾ എവിടെ ചെന്നാലും ഒരു കാര്യത്തിന് വളരെ പ്രശസ്തരാണ്. കാര്യം കഠിനാധ്വാനത്തിന്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. നമ്മുടെ നാട്ടിൽ പണിയെടുക്കില്ല എന്നേ ഉള്ളൂ. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ പണിയെടുക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആ, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മൾ സാധാരണ പ്രസന്റേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത്രയധികം പഠിച്ചിട്ട് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് പോലും, അതായത് ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് പോലും പ്രതിമാസം 50,000 രൂപയിൽ താഴെ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഇത്രയും ബുദ്ധിയുണ്ടായിട്ടും എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മള് ഓരോരുത്തരും അവരവരുടെ സ്വന്തം സമയം, ഈ സമയം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നതാണ്. ഇതിനെ ലീനിയർ ഇൻകം എന്നാണ് പറയാ. സോ വി ആർ ജസ്റ്റ് സെല്ലിംഗ് അവർ ടൈം ഓർ ട്രേഡിംഗ് അവർ ടൈം ഫോർ മണി. പൈസയ്ക്ക് വേണ്ടി നമ്മുടെ സമയം വിൽക്കുന്നു. നമുക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഈസ് ദ പ്രൈസ്. അത് നമ്മൾ ഒരു നിശ്ചിത സമയത്തിന് വേണ്ടി വിൽക്കുന്നു. ദാറ്റ്സ് ഹൗ വി മേക്ക് മണി. ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ ആർക്കും ജോലി ചെയ്യാൻ സാധിക്കില്ല. മാക്സിമം ഒരാൾക്ക് വിൽക്കാവുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? 24 മണിക്കൂറാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുത്താൽ മാത്രം, അതായത് ഒരു വ്യക്തി പണിയെടുത്താൽ മാത്രം പൈസ കിട്ടുന്ന ഈ ഒരു ലീനിയർ ഇൻകം എന്ന് പറയുന്നത്, ഈ ഒരു രീതി, ഇതൊരു ട്രാപ്പാണ്. ഇതൊരു വലിയ സാമ്പത്തിക കെണിയാണ്. ഓക്കെ. ഇതിന്റെ ഒരു ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാജിക് കണക്ക് ഞാൻ പറയാം. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 60 മണിക്കൂർ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചോര നീരാക്കി പണിയെടുക്കുന്നു എന്ന് വിചാരിക്കാം. അത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ അങ്ങനെ വിചാരിക്കുക. കാര്യം ഒരാഴ്ചയിൽ 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഫുൾ ഡേ നമ്മൾ പണിയെടുക്കുകയാണ്. 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ പണിയെടുക്കുകയാണ്. വളരെ കഠിനമായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ അങ്ങനെ പണിയെടുത്താൽ നമ്മുടെ ആരോഗ്യവും കുടുംബവും ഒക്കെ തകർന്നു പോകും, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ അങ്ങനെ പണിയെടുക്കുന്നു, അപ്പൊ നമുക്കൊരു വരുമാനമുണ്ട്. എന്നാൽ നമ്മുടെ സിസ്റ്റം കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു 100 ആക്റ്റീവ് പാർട്ട്ണർമാരുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 പാർട്ട്ണർമാരും ഓരോരുത്തരും ഒരാഴ്ചയിൽ വെറും 5 മണിക്കൂർ വീതം ഈ സിസ്റ്റത്തിനായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ എത്ര മണിക്കൂറായി? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ആകെ എത്ര മണിക്കൂറിന്റെ അധ്വാനം, വർക്ക് അവിടെ നടന്നു? 100 ആളുകൾ ഓരോരുത്തരും ആഴ്ചയിൽ ഒരു 5 മണിക്കൂർ വീതം സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറായി?
500 hours. യെസ്, വെരി ഗുഡ്. 500 മണിക്കൂർ. ഒരാൾ ഒറ്റയ്ക്ക് 2 മാസം കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങളുടെ ഒരു ടീം ഒരൊറ്റ ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കണം. ഇതിനെയാണ് ഇക്കണോമിക്സിൽ ടൈം കംപ്രഷൻ ആൻഡ് ലിവറേജ് എന്ന് വിളിക്കാം. ഇതാണ് ഡ്യൂപ്ലിക്കേഷന്റെ യഥാർത്ഥ ശക്തി. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു സിസ്റ്റത്തിലൂടെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ 500 മണിക്കൂറിന്റെ ആ ഒരു മാജിക് നമ്മുടെ ബിസിനസ്സിൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന രീതി ടീമിലെ ഏറ്റവും സാധാരണക്കാരനായ പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് പോലും കണ്ണടച്ച് അനുകരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. റിമെമ്പർ ദസ്. എന്താണ് ഈ ഡ്യൂപ്ലിക്കേഷൻ? പലരും വിചാരിക്കുന്നത് നമ്മളുടെ ഈ ബിസിനസ്സിനകത്ത് കൂടുതൽ ആളുകളെ സ്പോൺസർ ചെയ്യുക, എൻറോൾ ചെയ്യുക, ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ല. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലളിതമായ ബിസിനസ് സിസ്റ്റത്തെ അതേപടി ക്ലോൺ ചെയ്യുക എന്നുള്ളതാണ്, അതേപടി പകർത്തുക എന്നുള്ളതാണ്. ഒരു സാധാരണ ഒരാൾ പറയും, ഞാൻ സെയിൽസിലാണ് എന്ന് പറയും. എന്നാൽ ഈ ബിസിനസ്സിനകത്ത് ഒരു പ്രൊഫഷണൽ പറയുന്നത് ഞാനൊരു ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നതാണ്. ഒരു ഒരു ആഗോള വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതാണ് ഒരു പ്രൊഫഷണല് പറയുന്നതും ചിന്തിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സൂപ്പർ സെയിൽസ്മാൻ ആണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കഴിവുകളുള്ള ഒരു സൂപ്പർ സെയിൽസ്മാൻ ആണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ആശുപത്രിയിലായി കഴിഞ്ഞാൽ, ആ ദിവസം നിങ്ങളുടെ വരുമാനം സ്റ്റോപ്പ് ആവും, നിലച്ചു പോകും. ഇറ്റ് വുഡ് ബി സ്റ്റോപ്ഡ്. എന്നാൽ നിങ്ങളുടെ ടീമിൽ കൃത്യമായ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ, നിങ്ങൾ നിങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ കുടുംബത്തോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ സിസ്റ്റം ഇത് തനിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരു വ്യക്തിയുടെ കഴിവിലല്ല ഓടേണ്ടത്, ഒരു പേഴ്സൺ ഡ്രിവൺ ആവരുത്. മറിച്ച് വളരെ സുതാര്യമായ പ്രോസസ്സുകളിൽ, അതായത് പ്രവൃത്തികളിലൂടെ, ആ ആ ഒരു പ്രവൃത്തികളിൽ നിന്നാണ്, അതായത് ഒരു പ്രോസസ് ഡ്രിവൺ ആയിട്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ടീമിൽ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേഷൻ ശരിയായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ നാം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 3 non-negotiables. ഓക്കെ, എന്തൊക്കെയാണ് 3 non-negotiables? ഒന്നാമത്തെ കാര്യം, സൂപ്പർ സിമ്പിൾ സിസ്റ്റം. അതായത് വളരെ ലളിതമായ ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞ പ്രൊഫഷണൽ കോഡ് 10, പ്രോ കോഡ് 10. 10ാമത്തെ കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കീപ് ഇറ്റ് സൂപ്പർ സിമ്പിൾ എന്നായിരുന്നു. ഒരു പുതിയ വ്യക്തി വന്ന് ആദ്യത്തെ 1-2 അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ കണ്ട് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിരിക്കണം നമ്മുടെ സിസ്റ്റം, നമ്മുടെ രീതി എന്ന് പറയുന്നത്. സൂപ്പർ സിമ്പിൾ സിസ്റ്റം. ഇതാണ് ഒന്നാമത്തെ നോൺ നെഗോഷ്യബിൾ. രണ്ടാമത്തെ നോൺ നെഗോഷ്യബിൾ എന്ന് പറയുന്നത് ലീഡേഴ്സ് ഹൂ മോഡൽ ഇറ്റ്. അതായത് നമ്മൾ സ്വയം ചെയ്യുക എന്നതാണ്. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ടീം കോപ്പി ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും പറയും, പക്ഷെ പറയുന്നതിനേക്കാൾ ഉപരി എന്താണോ നമ്മൾ ചെയ്യുന്നത്
ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് കോപ്പി ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ കുട്ടികളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ, പക്ഷെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നോ കുട്ടികൾ അതാണ് കോപ്പി ചെയ്യുക. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ബിസിനസ്സിലും നമ്മുടെ മക്കളാണ്. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് എന്നല്ല അവർ നോക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് ദേ വുഡ് കോപ്പി. ഓക്കെ. ദെൻ നമ്പർ ത്രീ, ടൂൾസ് ദാറ്റ് വർക്ക് ഇൻഡിപെൻഡന്റ്ലി. അതായത് സ്വയം പ്രവർത്തിക്കുന്ന ടൂളുകൾ. നമ്മൾ പ്രൊഫഷണൽ കോഡ്, പ്രോ കോഡ് നമ്പർ 4 നമ്മൾ ഓർക്കുക. ബി ദ മെസ്സഞ്ചർ, നോട്ട് ദ മെസ്സേജ്. നമ്മൾ മെസ്സഞ്ചർ ആവുക എന്നുള്ളതാണ് നമ്മുടെ പണി, മെസ്സേജ് ആവുക എന്നുള്ളതല്ല. നമ്മളല്ല മെസ്സേജ്, നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്ന ഒരാളാണ്, മെസ്സഞ്ചർ മാത്രമാണ്. നിങ്ങൾ സയന്റിസ്റ്റോ ഡോക്ടറോ ആവരുത്. നമ്മുടെ ടൂൾസുകൾ, അതായത് വീഡിയോസ്, ലാബ് റിപ്പോർട്ടുകൾ, വെബ്സൈറ്റ്, സൂം മീറ്റിങ്ങുകൾ, ഇതെല്ലാമാണ് നമ്മുടെ ടൂളുകൾ. ഈ ടൂളുകൾ സംസാരിക്കട്ടെ. ഈ ടൂളുകൾ നമ്മൾ സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വൈ പ്രോ കോഡ് നമ്പർ 4, ബി ദ മെസ്സഞ്ചർ നോട്ട് ദ മെസ്സേജ്. നമ്മൾ മെസ്സഞ്ചർ ആവുക എന്നുള്ളതാണ് കാര്യം. ടൂളുകൾ ഉപയോഗിക്കാതെ നമ്മൾ സ്വന്തം സ്വന്തം നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. 10 പേര് പറയുമ്പോഴത്തേക്കും കഥ മുഴുവൻ മാറിയിട്ടുണ്ടാവും. ശരിയല്ലേ? നമ്മൾ ആദ്യത്തെ വ്യക്തി പറഞ്ഞൊരു കാര്യമായിരിക്കില്ല 10ാമതൊരാൾ പറയുന്നത്. ഇത് മാറി 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 വരുമ്പോഴത്തേക്കും എൻറ്റയർ സ്റ്റോറി വേറെ രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ആ, ഓരോ ആളുകളും പ്രസന്റേഷൻ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുക എന്നുള്ളതല്ല സിസ്റ്റം. അതിലേക്കൊക്കെ നമ്മൾ വരും, പഠിക്കേണ്ട സ്റ്റേജിലേക്ക്. പക്ഷെ ഇപ്പൊ നമ്മുടെ പണി അതൊന്നുമല്ല. കാരണം നമ്മൾ ഓരോ ആളുകളും നമ്മളുടെ വാമൊഴിയായിട്ട് കാര്യങ്ങൾ കൈമാറാൻ ശ്രമിക്കുമ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് എന്താണോ അതിൽ യാഥാർത്ഥ്യം, എന്താണോ അതിന്റെ സത്യം, ഇത് ആ, വളച്ചൊടിക്കപ്പെടും. അല്ലെങ്കിൽ ഇത് മാറിയിട്ടായിരിക്കും വരിക. നമ്മൾ ട്രെയിനിങ്ങുകളിലൊക്കെ നമുക്കറിയാം, ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 10 ആളെ കൊണ്ട് മാറി മാറി പറയാറുണ്ട്. 10ാമത്തെ ആൾ വന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ഇതേപോലെയാണ് സംഭവം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം നാവുകൊണ്ട് സയൻസ് ക്ലാസ്, ഈ ഇത് പ്രസന്റേഷൻ എടുക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് പുതിയ ആളുകൾ. നമ്മുടെ ഈ ടൂളുകൾ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂളുകളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസ് ഉണ്ട്. ആ, നമ്മുടെ ടെസ്റ്റിന്റെ ഡ്രൈ ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിന്റെ വീഡിയോസ് ഉണ്ട്, വിത്ത് ലാബ് റിപ്പോർട്ടുകളുണ്ട്, സൂം മീറ്റിംഗ്സ് ഉണ്ട്. കാര്യം അത് ഒരിക്കലും ആ, മാറ്റി പറയില്ല, അല്ലെങ്കിൽ നുണ പറയില്ല, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകില്ല. അത് മാറൂല എല്ലായ്പ്പോഴും. ഓൾവേസ് ദാറ്റ് വുഡ് ബി സെയിം, ദ മെസ്സേജ് വുഡ് ബി സെയിം ഓൾവേസ്. നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണോ പറയുന്നത്, ഈ പറയുന്നതൊക്കെ ടീം മറക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്നത് ടീം പകർത്തുകയും ചെയ്യും. ഓക്കെ. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ നിന്നോ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിലോ മീറ്റിങ്ങിലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, 1000 കാര്യങ്ങൾ നിങ്ങൾ ഉപദേശിച്ചാലും ടീം അത് പെട്ടെന്ന് മാറും. പക്ഷെ നമ്മൾ ഫീൽഡിൽ എന്താണോ ചെയ്യുന്നത് അത് ഒരു എന്താ പറയാ, അണുവിട തെറ്റാതെ ടീം അത് കോപ്പി ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കണം. നിങ്ങൾ ഒരു പാർട്ടിസിപ്പന്റ് ആണോ അതോ ഒരു യഥാർത്ഥ ബിസിനസ് ഓണർ ആണോ എന്നുള്ളതാണ് ആ, പ്രധാന കാര്യം. അതായത് ഒരു പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സൂം മീറ്റിങ്ങിലൊക്കെ വന്നിരിക്കും, ട്രെയിനിങ്ങിലൊക്കെ വന്നിരിക്കും. വന്നിരുന്നിട്ട് അപ്ലൈൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരും, അല്ലെങ്കിൽ അപ്ലൈൻ വന്നാൽ മാത്രം എല്ലാ കാര്യം നടക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്ലൈൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. ഓക്കെ. എന്നാൽ ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത് സ്വന്തം നിലയിൽ തന്നെ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റം, നമ്മൾ സ്റ്റെപ്പ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ആ സ്റ്റെപ്പ് സിസ്റ്റം എന്താണ്? സ്റ്റെപ്പ് സിസ്റ്റം ഷോർട്ട്, ടൂൾസ്, എൻഗേജ്മെന്റ്, പിന്നെന്തായിരുന്നു?
പ്ലാൻ, ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റം നമ്മൾ കയ്യിലെടുക്കും. അത് സ്വന്തമായിട്ട് നമ്മൾ എന്താ പറയുക, ഇൻവിറ്റേഷൻ ചെയ്യും, പുതിയ പ്രിഫേർഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മൾ എൻറോൾമെന്റ്സ് നടക്കും, നമ്മുടെ ഡെയിലി ബ്ലിറ്റ്സ് കോളുകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ടീമിന്റെ മുമ്പിൽ ലൈവായിട്ട് ചെയ്ത് കാണിക്കും. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് എന്ത് കാണിക്കുന്നോ ആ രൂപം അതേപോലെ ടീമിലും കാണും. ഇപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ നമുക്ക് നിന്ന് എന്ത് ചെയ്താലും നമ്മളത് കാണും. അതേപോലെ തന്നെയാണ് ടീമും. അത് നിങ്ങളുടെ ടീമിലും അത് പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് എന്ന് പറയും നമ്മുടെ ബിസിനസ്സിനകത്ത്. ഈ ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയൊരു മരം, വലിയൊരു ആൽമരം പോലെയാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ മരത്തിന്റെ ഓരോ വിഡ്ത്ത്, അതായത് വശങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ വശത്തേക്ക് ഇങ്ങനെ വളരുന്ന കൊമ്പുകൾ ഉണ്ടാവും. ഈ കൊമ്പുകൾ നമുക്ക് ചിലപ്പോ ചെറിയ കമ്മീഷനൊക്കെ തരും. ഓക്കെ. പക്ഷെ വലിയൊരു മാർക്കറ്റിൽ വലിയൊരു കാറ്റോ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു റിസഷനോ, അങ്ങനെ ഒരു വലിയൊരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മരം എന്താ പറയാ, ചിലപ്പോൾ കടപുഴകി വീഴും. അല്ലെ? അപ്പൊ അത് വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മരം വീഴാതിരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലേക്ക് വളരെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ശക്തമായ വേരുകൾ വേണം, റൂട്ട് വേണം, ഡെപ്ത് ഉണ്ടായിരിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബിസിനസ്, യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, നമ്മുടെ ഈ പ്രൊഫഷണലിൽ അതിന്റെ ഒരു യഥാർത്ഥ സുരക്ഷിതത്വം എന്ന് പറയുന്ന റെസിജ്വൽ റോയൽറ്റി ഇൻകം എന്നൊക്കെ പറയുന്നത് ഈ ഡെപ്തിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ മൂന്നാമത്തെയും നാലാമത്തെയും ലെവലിലുള്ള സാധാരണ പാർട്ട്നേഴ്സിന്, നമ്മുടെ ഡീപ്പായിട്ടുള്ള ഡെപ്തിൽ സാധാരണ ആളുകൾക്ക് നിങ്ങളോ നിങ്ങളുടെ അപ്ലൈനോ ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് പ്രസന്റേഷൻ ടൂളുകൾ ഷെയർ ചെയ്യാനും ടെസ്റ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളും ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിൽ, സി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ബിസിനസ് പൂർണ്ണമായും സുരക്ഷിതമായി കഴിഞ്ഞു. കാര്യം ദിസ് ബിസിനസ് ഈസ് ഓൾ അബൌട്ട് ബിൽഡിംഗ് 5 ഡെപ്ത്. 5 ഡെപ്തേ വേണ്ടു. ഓക്കെ. 5 സ്റ്റെപ്സ്. ആ ഡെപ്ത് ആണ് നിങ്ങളുടെ ഈ ബിസിനസിന്റെ ഇൻഷുറൻസ്. പക്ഷേ കോംപ്ലിക്കേഷൻ ആണ് ഈ ബിസിനസിനെ കൊല്ലുന്നത്. കോംപ്ലക്സിറ്റി ഈസ് ദ കില്ലർ. എത്രമാത്രം നമ്മളിത് സങ്കീർണമാക്കുന്നുവോ, എത്രമാത്രം ഇത് നമ്മൾ സാധാരണക്കാരന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്നുവോ, അത്രമാത്രം ഇത് ലീക്കി ബക്കറ്റ് ആവും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ലീക്കി ബക്കറ്റ്. കാരണം പലപ്പോഴും കുറച്ച് ഒരു 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 ആ, എന്താ പറയാ, വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ലീഡർമാര് അവർ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, ഒരു അബദ്ധമുണ്ട്. അതായത് ആൾക്കാർ വലിയ ബുദ്ധിമാന്മാരാവാൻ ശ്രമിക്കും. ഒരു ഷോ ഓഫ് ആണ്. പുതിയ ആൾക്കാർക്ക് മുമ്പിൽ ഇരുന്നിട്ട് മോളിക്കുലർ ബയോളജി, അത് ഇത്, സെൽ മെംബ്രെയിൻ, ലിപ്പിഡ് ബയലർ, വലിയ ഫിനാൻഷ്യൽ വലിയ വലിയ ഗ്രാഫുകൾ ഇതൊക്കെ കാണിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നിന്നൊക്കെ ഉണ്ട് ക്ലാസ് എടുക്കും. ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്തായിരിക്കും അതിന്റെ ഫലം? സംഭവിക്കുക, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ്, ലീക്കി ബക്കറ്റ്. നമ്മൾ ഇന്നലെ പില്ലർ നമ്പർ 3, റിട്ടൻഷൻ. ആ ഒരു പ്രശ്നം, അതായത് ലീക്കി ബക്കറ്റ് പ്രശ്നം ഉണ്ടാവും. കാര്യം ഒരു പുതിയൊരു വ്യക്തി എന്താ വിചാരിക്കുക, ദൈവമേ, ഇത് ഇത്രയൊക്കെ പഠിച്ച് പറയാൻ എന്നെ കൊണ്ട് ഈ ജീവിതത്തിൽ പറ്റും തോന്നില്ല. ഇത് ഈ ബിസിനസ് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മളിത് കോംപ്ലക്സ്, അതായത് ഇത് കോംപ്ലിക്കേറ്റഡ് ആവും തോറും ഒരുപക്ഷെ നിങ്ങളുടെ അറിവ് കൊണ്ട് തന്നെ ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, കൊന്നുകളയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ഡസൻ മാറ്റർ വാട്ട് വർക്ക്സ്, ഇറ്റ് ഓൺലി മാറ്റേഴ്സ് വാട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഏതൊക്കെ കാര്യങ്ങൾ നടക്കും എന്നതിലല്ല കാര്യം, ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഈ നമ്മുടെ സിസ്റ്റം അതേപടി പകർത്താൻ പറ്റുമോ എന്നതിലാണ് കാര്യം. യു ഗോട്ട് ഇറ്റ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഡ്യൂപ്ലിക്കേഷൻ ഈസ് ദ കീ. ഇപ്പൊ നമ്മളുടെ ഒരു 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 ആ ഒരു സിസ്റ്റം, ഇപ്പൊ നമ്മള്
സി യു ജസ്റ്റ് ഡു ദിസ്. നെക്സ്റ്റ് ഒരു 48 മണിക്കൂർ നിങ്ങൾ ഇതൊരു സിംപ്ലിഫൈ ചാലഞ്ച് ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് കൊച്ചി മീറ്റിംഗ് ഉണ്ട്. സാറ്റർഡേ നമ്മൾ സാറ്റർഡേ സൺഡേ സിൻസിന ക്രോണിക്കിൾസ് ഉണ്ട്. അല്ലെങ്കിൽ സൺഡേ നമുക്ക് വെൽനസ് സൺഡേ ആണ്. സോ ഇപ്പൊ നമ്മൾ ഒരു ആക്ഷൻ ചാലഞ്ച് നമ്മൾ എടുക്കുക, ടീമിലേക്കും കൊടുക്കുക. അതായത് നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ, സോ യു ജസ്റ്റ് ഒരു സിംപ്ലിസിറ്റി ഓഡിറ്റ് നടത്തുക. ഓക്കെ. ഓഡിറ്റ് ഫോർ സിംപ്ലിസിറ്റി. നമ്മുടെ ബിസിനസ് രീതിയിൽ ഒരു പുതിയ പാർട്ട്ണർക്ക് ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ ഇത് തനിച്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കീർണമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. മനസ്സിലായോ? സോ യു ജസ്റ്റ് ഡു എൻ ഓഡിറ്റ്. അതായത് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ബിസിനസ്സിൽ ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ അയാൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ യു കട്ട് ആൻഡ് റിമൂവ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടാസ്ക്. ദെൻ ടാസ്ക് നമ്പർ 2, സിസ്റ്റം ഹാൻഡ് ഓവർ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് സിസ്റ്റം ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ടീമിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഓരോ പുതിയ വ്യക്തിക്കും ഒരാദ്യത്തെ 24 ഹവേഴ്സിനുള്ളിൽ, അതായത് തുടങ്ങിയ ആദ്യത്തെ ഒരു 24 മണിക്കൂർ ഇവർ വലിയ എക്സൈറ്റ്മെന്റിലൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ. ആ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റം ഗൈഡും ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകളും ഇത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ സിസ്റ്റം ഗൈഡും ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകളും നമ്മുടെ കയ്യിൽ കിട്ടി, അവരുടെ കയ്യിൽ എത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. മനസ്സിലായോ? ഒരു സിസ്റ്റം ഹാൻഡ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ നമ്മുടെ കൂടെ വന്നു, ആ ജോയിൻ ചെയ്ത വ്യക്തി ഓരോ പുതിയ ആൾക്കാർക്കും ഓരോരുത്തരുടെ ടീമിലും വന്നിട്ടുള്ള പുതിയ ആളുകൾക്ക് ആ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സിസ്റ്റം ഗൈഡ്, ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകൾ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അവരുടെ കയ്യിലെത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ദിസ് ഇസ് വാട്ട് ടാസ്ക് 2. ഓക്കെ. ഓരോ ലീഡേഴ്സ് ഇപ്പൊ ചെയ്യേണ്ട ഒരു ടാസ്ക്. ദെൻ ടാസ്ക് 3, മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടൂൾ ബേസ്ഡ് പ്രസന്റേഷൻ. ടൂൾ ബേസ്ഡ് പ്രസന്റേഷൻ എന്താണ്? ടൂൾ ബേസ്ഡ് പ്രസന്റേഷൻ അടുത്ത ഒരു 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രസന്റേഷനുകളിലും, ഇപ്പൊ നമ്മൾ ഓരോ പ്രസന്റേഷൻ നമ്മൾ ചെയ്യുമ്പോഴും ഇത് സ്വന്തമായി നമ്മൾ പ്രസന്റ് ചെയ്യാതെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വീഡിയോകൾ, ടൂളുകൾ ഇത് മാത്രം ഉപയോഗിച്ച് നമ്മൾ പ്ലാൻ കാണിക്കുക. നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് പ്ലേ ദ വീഡിയോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻവൈറ്റ് ദം ടു ദ സൂം മീറ്റിംഗ്. വീഡിയോസ് ഉപയോഗിക്കുക, നമ്മുടെ പ്ലാൻ കാണിക്കുക. സോ ഒരു ടൂൾ ബേസ്ഡ് പ്രസന്റേഷൻ നമ്മൾ കോപ്പി ചെയ്യുക. സോ ദീസ് ആർ ദ 3 ടാസ്ക്. അടുത്തൊരു 48 മണിക്കൂർ നിങ്ങൾ സിംപ്ലിഫൈ, ഇതിനെ നമുക്കൊരു സിംപ്ലിഫൈ ചാലഞ്ച് എന്ന് പറയാം. 48 hour ആക്ഷൻ ചാലഞ്ച്. ഓക്കെ, സിംപ്ലിഫൈ ചാലഞ്ച്. ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ടാസ്ക് നമ്പർ 1, ആ ഒരു ഓഡിറ്റ് നമ്മൾ നടത്തുക. ബിസിനസ് രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ആദ്യത്തെ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ ഒഴിവാക്കുക, ഇല്ലാതാക്കുക നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന്. 2, സിസ്റ്റം ഹാൻഡ് ഓവർ ചെയ്യുക. എന്താണ്? ജോയിൻ ചെയ്യുന്ന ഓരോ പുതിയ വ്യക്തിയും ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റം ഗൈഡ്, ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകൾ ഇതൊക്കെ കയ്യിൽ കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ടാസ്ക് നമ്പർ 3, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ നടത്തുന്ന എല്ലാ പ്രസന്റേഷനുകളും നമ്മൾ സ്വന്തമായിട്ട് പ്രസംഗിക്കാതെ നമ്മുടെ ഔദ്യോഗിക വീഡിയോകൾ, ടൂളുകൾ ഇത് മാത്രം ഉപയോഗിക്കുക, നമ്മൾ പ്ലാൻ കാണിക്കുക. സി, ഞാൻ ഇതൊക്കെ പറയുന്നത് നമുക്കിത് വെറുതെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ബിസിനസ്. ഓക്കെ, വി ആർ ബിൽഡിങ് എ ലെഗസി ഓവർ ഹിയർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിൽ 45% ഡോക്ടർമാർ പോലും സാമ്പത്തികമായി പ്രയാസപ്പെടുമ്പോൾ
നമ്മുടെ ഈ ഒരു യുവതലമുറ ഇത് കുടുംബത്തെ വിട്ട് നാട് വിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ സ്വന്തം നാട്ടില് കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അന്തസ്സോടെ മാന്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് സെൻസീൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് എന്താ പറയാ പോസിബിലിറ്റീസ് ആണ്. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. നിങ്ങളില്ലെങ്കിലും ഇത് വളരെ സുഗമമായിട്ട് വളരുന്ന, അതായത് തളർന്നു പോവാത്ത, വീണ് പോവാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് നമ്മൾ ഓരോരുത്തരും കെട്ടിപ്പടുക്കുന്നത്. അത് നിങ്ങളുടെ വരും തലമുറകൾക്ക്, നമുക്ക് മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു ലെഗസി ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളുടെ ടീച്ചിങ് നമ്മൾ നിർത്തരുത്. നമ്മൾ എത്രമാത്രം നമ്മുടെ സിസ്റ്റത്തെ ലളിതമാക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ലളിതമാക്കുക. ഓക്കെ, ഗോ ടു വർക്ക്, ബിൽഡ് യുവർ ലെഗസി. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. Any questions? Thank you very much. Thank you, Rajesh sir. എന്നാണ് പുസ്തകമാവാം നമ്മുടെ? പുസ്തകം നിങ്ങൾക്ക് ഈ തിങ്കളാഴ്ച കേട്ട് നമുക്ക് തരാം, തിങ്കൾ ചൊവ്വയായിട്ട് തരാം. എത്ര പേർക്ക് പുസ്തകം വേണം? എനിക്ക് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രിന്റിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് എല്ലാവരും പറയും എത്ര, ഹൗ മെനി ബുക്സ്? ഞാനത് നോട്ട്. എനിക്കൊന്ന് വേണം സാർ. ഓക്കെ, എത്ര പുസ്തകങ്ങൾ വേണം എന്നുള്ളത് പറയും ഓരോരുത്തർ. എനിക്കൊരു 6 വേണം സാർ. എത്രയാ? 6. കൃഷ്ണദാസ് സാറല്ലേ പറഞ്ഞേ? അതെ അതെ. 6. ആ. ഓക്കെ. എത്ര സാറേ റേറ്റ്? റേറ്റ് ശരിക്കും നമ്മളിത് കൊടുത്ത് പ്രിന്റ് കൊടുത്താലേ അറിയുള്ളൂ. എന്തായാലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 റുപ്യക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇനിയിപ്പോ അത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് അടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ കുറച്ച് കിട്ടിയിരിക്കും. എന്തായാലും ഒരു ശരാശരി ഒരു 200 റുപ്പീസ് എങ്കിലും കണക്കാക്കിക്കോളൂ. 200 ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം? മലയാളം. ഇംഗ്ലീഷ് പരിപാടിയൊക്കെ നമ്മൾ നിർത്തി. കംപ്ലീറ്റ് മലയാളം. ഓക്കെ. ഓക്കെ, അപ്പൊ കൃഷ്ണദാസ് സാറ് 6, സോയി സാറ് 3, ഒരു ട്രാൻസ്ലേറ്റർ ഡൈജു സാർ എനിക്ക് 5 5, ഡൈജു ബ്രോ 5. കോയ് സാർ കൺഗ്രാചുലേഷൻസ്. നമ്മുടെ ഫസ്റ്റ് ലക്ഷദ്വീപിലെ ആദ്യത്തെ A-team മെമ്പർ കേട്ടോ. എല്ലാരും നല്ലൊരു കൈഡി കൊടുത്തേ നമ്മുടെ കോയ് സാറിന്. ലക്ഷദ്വീപില് പണ്ട് ലക്ഷാധിപതി എന്ന് പറയും, ഇനി കോടീശ്വരൻ. എത്രയാ? അപ്പം ഓക്കെ, ജയകൃഷ്ണൻ 3, മനുസർ 5, കിഷോർ ബാബു സർ 2. ഞാൻ 5. ഓക്കെ. ഹരീഷ് സാറ് പറഞ്ഞ അജി ഉസ്മാൻ. അജി ബ്രോ. ഓക്കെ, അജി ബ്രോ 5 മതിയാ? 5 മതി നമുക്ക് നോക്കി. അജി ബ്രോ 5. ജേക്കബ് സണ്ണി സർ. രാജേഷ് സാറേ, ഹലോ. ഹലോ ബാബു ചേട്ടാ. ഹലോ. ഇല്ല ഞാൻ ജോൺ സാർ പറയൂ. ജോൺ. എനിക്ക് 6. വെരി ഗുഡ്. ഹമിദ മാം 4. പിന്നെ വേറെ ആരെങ്കിലും? തോമസ് കൂത്താട്ടുകുളം സാർ. ഹലോ. 2. ജോയ് പി മാത്യു 2. ആരാണ്? ജോയ് പി മാത്യു. ജോയ് പി മാത്യു. ഓക്കെ, ജോയ് സർ 2. ഓക്കെ, അപ്പം എനിക്ക് 2. ഷോമാരി മാം 2.
ഓക്കെ, ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. ഷാജി സാറേ ആ എനിക്ക് ഒരു രണ്ടെണ്ണം ആ ഓക്കെ, ആരായിരുന്നു പറഞ്ഞപ്പം? അജിത് ബ്രോ. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കൃഷ്ണദാസ് സാർ 6 സോയി സാർ 5, ഡെയ്ജു ബ്രോ 5, കോയ സാർ 1, ജയകൃഷ്ണൻ 3, മനു സാർ 5, കൃഷ്ണബാബു സാർ 2, ഹരീഷ് സാർ 5, അജിത് ബ്രോ 5, അല്ല അജി ബ്രോ 5, സണ്ണി സാർ 2, ബാബു ചേട്ടൻ 5, ജോൺ സാർ 6, അജിത് ബ്രോ 1, ഹേമലത ടീച്ചർ 4, തോമസ് സാർ സാറേ 1. എനിക്ക് ആറെണ്ണം. ഹലോ ഹലോ. സാറേ, ഹലോ. ആ എനിക്ക് 6 വേണ്ട, 6 ഒന്നല്ല. ഓക്കെ, ജോൺ സാർ അല്ലേ? ആ ഓക്കെ, 6. ഓക്കെ ഓക്കെ ഓക്കെ. ഷോമാരി മാം 2. ഓക്കെ, ഞാൻ അപ്പം ഏകദേശം അടിക്കാം. എനിക്കൊരു ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് കൂടുതൽ അടിക്കാൻ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കുറഞ്ഞ പൈസക്ക് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. എനിവേ, എന്തായാലും അപ്പൊ നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ബുക്ക് അവൈലബിൾ ആക്കാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ ലെറ്റ്സ് യൂസ് ദ ടൂൾസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു. റിമെമ്പർ, ഡ്യൂപ്ലിക്കേഷൻ ഈസ് ദ കീ. പറയൂ സാർ. ഷാജി സാറേ, ഇനി മൺഡേ ആണ് നമ്മൾ കാണുന്നത്. ഏതാ? ഇനി മൺഡേ ആണ് നമുക്ക് കാണാം. മൺഡേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഈ ഒരു ആഴ്ച നമുക്ക് ഇല്ലാതിരുന്നു, തിങ്കളാഴ്ച ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് നാളെയും കൂടി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നാളെയും കൂടി നമുക്ക് ഇരിക്കാം മോർണിംഗ്. ഓക്കെ. ഓക്കെ അല്ലേ എല്ലാവരും? ഇന്ന് നാളെ കൂടി ഇരിക്കാം. ഇന്ന് വൈകിട്ട് നമ്മുടെ എറണാകുളത്തെ ഹൈ പ്രൊഫൈൽ BOP ആണ്. അപ്പൊ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ട്രിവാൻഡ്രത്ത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ പിക്ക് പെട്ടെന്ന് തരണം. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ മോർണിംഗ് വൈബിലുള്ള ആൾക്കാർ മുഴുവൻ സാറിന്റെ കൂടെ ഒരു വെൽനസ് യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും ഒരു ലെഗസി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാണ്. തീർച്ചയായും. അപ്പൊ അതിന് ആദ്യം ഗോവയാണ്. ഗോവയിലേക്ക് മാർച്ച് ചെയ്യും. ആ ആൾക്കാരെല്ലാം ഓസ്ലോയ്ക്ക് മാർച്ച് ചെയ്യും. ഗോവയിലേക്ക് ഇപ്പോ നിലവിൽ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇവിടെ? ഇപ്പോ നമ്മൾ ശരിക്കും 2 മാസം അടിക്കണം. എന്നാൽ പോലും ആദ്യത്തെ സ്റ്റെപ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു UPK എന്തായാലും ലീഡേഴ്സ് അതൊന്ന് നോക്കിയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ഒരു വളരെ സിമ്പിൾ ടാർഗറ്റ് ആണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പേരെങ്കിലും ഗോവയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ. ഗോവയിലെ ഡേറ്റ് എന്താണ്? ഗോവയിലെ ഡേറ്റ് സർ ഒക്ടോബർ ഒരു 1st-2nd വീക്കിനുള്ളിലാണ് ഡേറ്റ്. നമ്മൾ യെറ്റ് ടു ബി കൺഫേംഡ്. ഒരു ഡേറ്റ്, അതിന്റെ ഹോട്ടൽ ബുക്കിംഗ് നടക്കുന്നേ ഉള്ളൂ. വെന്യൂ ഡിസ്കഷൻ ആണ്. ഒരു ഡേറ്റ് ഇപ്പൊ ഒരു അധികം വൈകാതെ തന്നെ നമുക്ക് അനൗൺസ് ചെയ്യാം. എന്തായാലും ഒക്ടോബർ ആണ്. ക്രൈറ്റീരിയ ഒരു UPK എൻറോൾമെന്റ് ഈ മാസവും അടുത്ത മാസവും നമ്മൾ എക്സ്ട്രീം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 3 ബെറ്റർ ബാലൻസ് കിറ്റ് നമ്മുടെ എൻറോൾമെന്റിൽ ഉണ്ടായിരിക്കുക. ഈ മാസവും അടുത്ത മാസമായിട്ട് എക്സ്ട്രീമോ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരു 10 കസ്റ്റമർ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് 2 മാസവും A ടീം സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഷാജി സാറേ, ഈ നമ്മുടെ എൻറോൾമെന്റില് UPK കൊണ്ടുവരുന്ന ആൾക്കും എൻറോൾ ചെയ്യുന്ന ആൾക്കും കിട്ടുമോ? സ്പോൺസർക്കും കിട്ടുമോ? സ്പോൺസർ ചെയ്ത ആൾക്കാണ് കിട്ടുക. UPK എടുത്ത ആൾക്ക് കിട്ടുമോ? ഇല്ല. ഓക്കെ ഓക്കെ. എൻറോൾ ചെയ്തിട്ടുള്ള ഒരാൾക്ക്, സ്പോൺസർ ചെയ്ത ആൾക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. See you later evening in the meeting. അതെ, കൊച്ചി മീറ്റിംഗ്. ഓക്കെ, ബൈ. Good day. Yes. Thank you. Have a good day. Thank you. Thank you. Thank you. Thank you, sir.